ചെങ്ങളായിൽ നിന്നും കിട്ടിയ ഒരു നിധിയാണ് ഇപ്പോഴെങ്ങും ചർച്ചാ വിഷയം. കണ്ണൂർ ചെങ്ങളായിൽ നിന്നുമാണ് 17 മുത്തുമണികൾ, 13 സ്വർണ്ണ പതക്കങ്ങൾ, കാശിമാലയുടെ 4 പതക്കങ്ങൾ, ഒരു സെറ്റ് കമ്മൽ, വെള്ളി നാണയങ്ങൾ അടങ്ങുന്ന ഒരു കുടം ലഭിച്ചത്. ഇതിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒന്നുണ്ട്. ഇത് ലഭിച്ചതിന് സമീപത്ത് തന്നെയാണ് ചെങ്ങളായി പരിപ്പായി മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ചെങ്ങളായി പരിപ്പായി മഹാവിഷ്ണു ക്ഷേത്രം ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ആക്രമിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ആക്രമിക്കപ്പെട്ട കാലത്ത് കുഴിച്ചിട്ട നിധിയാവാം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കേരളത്തിലെ നാട്ടുരാജാക്കന്മാരും നാടുവാഴികളും തമ്മിലുണ്ടായിരുന്ന ആഭ്യന്തര കലഹങ്ങൾ ഹൈദരലിയെയും തുടർന്ന് ടിപ്പു സുൽത്താനെയും ഇങ്ങോട്ട് ആകർഷിക്കുകയുണ്ടായി. 1746 കോഴിക്കോട് രാജാവ് സാമൂതിരി പാലക്കാട് നാട്ടുരാജ്യത്തെ ആക്രമിച്ചപ്പോൾ പാലക്കാട് മൈസൂർ രാജാവിനോട് സഹായം തേടിയതോടെയാണ് മലബാറിലെ മൈസൂർ ഭരണത്തിന് അടിത്തറയായത്. മൈസൂർ സാമ്രാജ്യത്തിലുണ്ടായ ചില അസ്വാരസ്യങ്ങളെ തുടർന്ന് തിരിച്ചുപോയ ഹൈദരാലി മഖ്ദൂം സാഹിബിന്റെ സേനയാണ് സാമൂതിരിക്കെതിരെ ഉപയോഗിച്ചിരുന്നത്. മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയും പിന്നീട് ടിപ്പു സുൽത്താനും സാമൂതിരിയുടെ കോഴിക്കോട് അടക്കമുള്ള വടക്കൻ കേരളത്തിലേക്ക് നടത്തിയ സൈനിക അധിനിവേശത്തെയാണ്, അതായത് 1766 1792 ഈ കാലഘട്ടത്തെ കേരളത്തിലേക്കുള്ള മൈസൂരിന്റെ കടന്നുകയറ്റം, അതിനെ ടിപ്പുവിന്റെ പടയോട്ടം എന്ന് അറിയപ്പെടുന്നു. പരിപ്പായി സ്കൂളിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തൊഴിലുറപ്പ് വക മഴക്കുഴി എടുക്കുമ്പോഴാണ് ഈ നിധികുംഭം കണ്ടെത്തിയത്. അതിന് ഒരുപാട് കാലപ്പഴക്കമുള്ളതിനാൽ അമ്പലവുമായി ബന്ധപ്പെട്ടതാണ്. ബ്രിട്ടീഷ് രാജവംശ ഭരണകാലത്തിനു സമാനമായ തരത്തിൽ ഉള്ളതാണ് കണ്ടെടുത്ത നിധികുംഭങ്ങൾ എല്ലാം തന്നെ. നാണയങ്ങളുടെ കാലപ്പഴക്കം പരിശോധിക്കുമ്പോഴും ഈ കാലഘട്ടം തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ഏതായാലും ഏതെങ്കിലും ദേവീക്ഷേത്രത്തിലോ കാവുകളിലോ ശ്രീകോവിലിനകത്തോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തറവാടിന്റെ പടിഞ്ഞാറ്റിയിലോ സൂക്ഷിക്കുന്ന മൂലഭണ്ഡാരമാകാം കണ്ടെത്തിയിരിക്കുന്നത്. കാരണം മൂലഭണ്ഡാരങ്ങളിൽ ആഭരണങ്ങളും അതാത് സമയത്തെ പണവും നാണയങ്ങളും മൂല്യവസ്തുക്കളുമാണ് സൂക്ഷിക്കാറുള്ളത്. അങ്ങനെ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും മറ്റുമാണ് ഇന്ന് കണ്ണൂരിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാക്കാം. ഇന്നും അത്തരം മൂലഭണ്ഡാരം സൂക്ഷിക്കുന്ന പതിവ് കാവുകളും ദേവീക്ഷേത്രങ്ങളും ഉള്ളതാണ്. ഏതായാലും വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതും പുരാവസ്തു മൂല്യമുള്ളതുമാണ് കണ്ടെത്തിയ നിധികുംഭങ്ങൾ. പഴയ കാലത്ത് അത് മോഷ്ടിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ടിപ്പുവിന്റെ പടയോട്ട കാലഘട്ടങ്ങളിൽ പരിപ്പായി മഹാവിഷ്ണു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടിരുന്നതിനാൽ തന്നെ അത്തരം കൊള്ളക്കാരിൽ നിന്നും മോഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇവ അന്നത്തെ കാരണവർ മറ്റാരും അറിയാതെ രഹസ്യമായി സുരക്ഷിതമായ, ആരും ശ്രദ്ധിക്കപ്പെടാത്ത അവരുടെ കൈവശമുള്ള സ്ഥലത്ത് കുഴിച്ചിട്ടതുമാവാം. അവരുടെ കാലശേഷവും കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിലും അവ മണ്ണിനടിയിൽ മറഞ്ഞിരുന്നു. അതിന് സമീപത്തുള്ള ഏതെങ്കിലും ദേവീക്ഷേത്രമായും കൃത്യമായും ബന്ധമുണ്ട്. ഭൂതകാലത്തിന്റെ ഇത്തരം തിരുശേഷിപ്പുകൾ പഴയ കാലഘട്ടത്തിന്റെ പ്രാധാന്യവും ജനവാസ മേഖലയുടെ അടയാളപ്പെടുത്തലും കൂടിയാണ്. എന്തായാലും പഠനങ്ങൾ നടക്കേണ്ടത് കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ്. ബന്ധപ്പെട്ടവർ അത് നടത്തുമെന്ന് കരുതാം. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ നാടിന്റെ മഹത്വവും പ്രാധാന്യവും തിരിച്ചറിയാൻ വേണ്ടി അത് അത്യാവശ്യം തന്നെയാണ്.